ഈ ഒരു അസോർട്ടഡ് ബ്രൗണി കൊറിയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒരു പാക്കിങ്ങും കാര്യമെല്ലാം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. ഞാൻ ബ്രൗണീൻ്റെ വീഡിയോസ് എല്ലാം ഇടുന്ന ടൈമിൽ കുറേ ആൾക്കാർ അങ്ങനെ പറയണമെന്നില്ലുണ്ട്. എന്നാൽ കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കലുണ്ട് എത്ര ഇഞ്ചിൻ്റെ ടിന്നിലാന്ന് ബേക്ക് ചെയ്തെടുക്കൽ അങ്ങനത്തെ കാര്യമെല്ലാം. ഞാൻ സാധാരണ 7 ഇഞ്ച് 8 ഇഞ്ച് 9 ഇഞ്ച് ഈ 3 ട്രേയിലാണ് ബേക്ക് ചെയ്തെടുക്കൽ. പിന്നെ കസ്റ്റമറിൻ്റെ ഒരു ഇത്ര ഇഞ്ച് എന്നെല്ലാം പറയൂല, അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കും. പക്ഷേ എനിക്ക് കുറച്ചും കൂടി നല്ലൊരു വൃത്തിയിൽ കിട്ടൽ ഈ ഒരു 7 ഇഞ്ചിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതാകുമ്പോൾ നമ്മൾ ഒരു ഒറ്റ പീസ് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള പോലെ ഫീൽ ആവും. ആൻഡ് ഈ ഒരു ബ്രൗണി ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിലുള്ള ഒരാളാണ്. നമ്മൾ ഈ ഒരു ബ്രൗണിലേക്ക് ഇട്ടെടുക്കുന്ന ഈ ഒരു പിസ്താഷ്യോ സ്പ്രെഡിൽ എനിക്ക് 150 റുപ്പീസിനാണ് കിട്ടിയിട്ടില്ലേ. ഇതിൻ്റെ വലുത് 1500 എല്ലാം റേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു കണ്ടെയ്നറിലുള്ളത് ഈ ഒരൊറ്റ ബ്രൗണിക്ക് മാത്രമേ ഇടാനുള്ളൂ. എക്സ്ട്രാ ബ്രൗണിക്കൊന്നും ഇടാൻ വേണ്ടി നമുക്ക് കിട്ടൂല. പിന്നെ ഇത് കൊറിയർ ചെയ്യേണ്ടത് നമ്മുടെ നാടിൻ്റെ കുറച്ച് അടുത്തായിട്ടുള്ള നാട് തന്നെയാണ്. ചെറുത്തൂർ പടുന്ന എന്ന് പറഞ്ഞ സ്ഥലമാണ്. പക്ഷെ അവിടെ പോയി ഡെലിവറി ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ആ ഒരു സമയത്ത് വന്നിട്ട് എൻ്റെ വണ്ടിക്ക് ചെറിയൊരു പ്രശ്നം വരുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ കൊറിയർ ചെയ്യാമെന്നുള്ള തീരുമാനിച്ച് ഇങ്ങനെയാണ് ഞാൻ ആദ്യം കവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 3-4 ക്ലിംഗ് റാപ്പ് ഉണ്ട്. അതായത് ആദ്യം ഒരു ലെയർ, പിന്നെ ഇതിൻ്റെ മുകളിലൊരു ലെയർ, പിന്നെയും ഒരു ലെയർ, ഇങ്ങനെ ക്ലിംഗ് റാപ്പ് ഉണ്ട്. ആദ്യം ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ബട്ടർ പേപ്പറിലും കൂടി ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. ഇതേപോലെ കൊറിയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയിലെ കവർ വന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഇവിടെ ഒരു 4-5 ഷോപ്പിൽ പോയിട്ട് കിട്ടിയത് ഈ ഒരു കവർ മാത്രമാണ്. ഇതിൻ്റെ പുറത്ത് പിക്ചേഴ്സും കാര്യമെല്ലാം ഉണ്ട്, പ്ലെയിൻ ആയിട്ടുള്ള കവർ ഉണ്ടായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇതന്നെ നോക്കി വാങ്ങി. ആൻഡ് ഇത് ബട്ടർ പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞതിന് ശേഷം ഒരുപാട് പ്ലാസ്റ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു കൊറിയർ ചെയ്യുമ്പോൾ വെയിറ്റ് നോക്കും. നമ്മളിപ്പോൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ് നോക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ അവിടെ കൊറിയർ ചാർജ് വരുന്നത്. ഇനി ഇത് നമ്മൾ ആ ഒരു അഡ്രസ്സും കൂടി അത് വെച്ചുകൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ആ ഒരു നമ്മൾ ട്രാൻസ്പാരൻറ്റ് പ്ലാസ്റ്റർ ഇല്ലേ അത് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കൊറിയർ ചെയ്യൽ.